+1 ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്ററാണ് വേവ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. പക്ഷേ മാത്തമാറ്റിക്സ്, വേവ്സിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാത്തത് കൊണ്ട് മാത്രം ചില കുട്ടികൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വേവ്സ് പഠിക്കാൻ നോക്കാം. എന്താണ് വേവ്സ്? The disturbances that transfer energy from one point to another point without the transportation of matter are called waves. ഡിസ്റ്റർബൻസുകൾ എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് കൊണ്ടുപോകുമെങ്കിലും മീഡിയത്തിലുള്ള പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യില്ല. അതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് പറയാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേവുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വാട്ടർ വേവ്സ്, വെള്ളത്തിലുണ്ടാകുന്ന വേവ്സ്, അതുപോലെ സൗണ്ട് വേവ്സ്, ശബ്ദതരംഗങ്ങൾ, സീസ്മിക് വേവ്സ്, എർത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേവാണ് സീസ്മിക് വേവ്സ്. ഈ 3 വേവ്സിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മെക്കാനിക്കൽ വേവ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. എന്നുവെച്ചാൽ ഈ വേവുകൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. അപ്പം നിങ്ങളിവിടെ എഴുതി വെക്കണം എന്താണ് മെക്കാനിക്കൽ വേവ്സ്. ദ വേവ്സ് വിച്ച് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് മെക്കാനിക്കൽ വേവ്സ്. ഇനിയുണ്ട് ഒരുപാട് വേവ്സ്. ലൈറ്റ് വേവ്സ്, അതുപോലെ എക്സ്റേസ്, അതേപോലെ ഇൻഫ്രാറെഡ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ റേഡിയോ വേവ്സ് വന്നിട്ടുണ്ടാവും, അതുപോലെ അൾട്രാ വയലറ്റ് റേസ് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം വേറൊരു തരം പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന വേവുകളാണ്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ഇതിനെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ദ വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പം വേവ്സിന് എക്സാമ്പിളുകൾ മനസ്സിലായല്ലോ. ഇനി ബേസ്ഡ് ഓൺ ഡിസ്റ്റർബൻസസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിളുകൾ എങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേവ്സിനെ 2ആയിട്ട് തിരിക്കാം. അപ്പോൾ ചില കുട്ടികൾ ആലോചിക്കുന്നത് എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്, എന്ത് മീഡിയം, എന്ത് പാർട്ടിക്കിൾസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ? അപ്പോൾ ഒരു മീഡിയത്തിലെ പാർട്ടിക്കിളിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു പ്രത്യേക ടൈം ഡിലേയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക താളത്തിൽ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലെ ഒരു മാധ്യമത്തിലെ പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ കൊണ്ടാണ് ഒരു വേവ് ഉണ്ടാകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്? അതിൽ ഒന്നാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നാണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ്? ഇഫ് the vibrations of the particles of the medium are perpendicular to the direction of propagation of a wave, such waves are called transverse waves. എന്നുവെച്ചാൽ ഒരു വേവ് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് കടന്നു പോകുന്ന മീഡിയത്തിലെ പാർട്ടിക്കിൾസ്, ഞാനിവിടെ ഒരു 3 പാർട്ടിക്കിൾസ് വരച്ചിട്ട് അത് ഓസിലേറ്റ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ് ഒരു വലിച്ചു പിടിച്ച ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ്സ്. എന്നുവെച്ചാൽ നമ്മളൊരു സ്ട്രിങ്ങിനെ ഒരു പോയിന്റിൽ ടൈറ്റ് ചെയ്ത് ബന്ധിപ്പിക്കുന്നു, മറ്റേ അറ്റം വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ഇതിനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു വേവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിലുള്ള, അല്ലെങ്കിൽ ഈ സ്ട്രിങ് തന്നെയാണ് ഇതിലുള്ള പാർട്ടിക്കിൾസ്. അപ്പോൾ സ്ട്രിങ്ങിലുള്ള പാർട്ടിക്കിൾസ് ഇത് എൻ്റെ ഈ മൗസ് പോയിൻ്റർ കളിക്കും പോലെ മേലോട്ടും താഴോട്ടുമാണ് കളിക്കുക. പക്ഷേ ഈ സ്ട്രിങ്ങിലുണ്ടാകുന്ന വേവ് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുക. അതേപോലെ ലൈറ്റ് വേവ്സും എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിലുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് ആക്സിസ് എടുത്തിട്ടുണ്ട്, അതുപോലെ വൈ ആക്സിസ് എടുത്തിട്ടുണ്ട്. ഇതിൽ
നമുക്ക് കിട്ടുന്ന വേവ് ഇങ്ങനെയായിരിക്കും. എന്നുവെച്ചാൽ എക്സ് ആക്സിസിൽ അതുപോലെ വൈ ആക്സിൽ നമ്മൾ എടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്, അപ്പോൾ ഇവിടെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട് പാർട്ടിക്കിൾ, അതുപോലെ ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്. ഇതെല്ലാം ഓസിലേറ്റ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും ഇവിടെ വേവ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് കരുതുക. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്താലുള്ള ആ ഡയഗ്രാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ടാമത്തെ, അതായത് ബേസ്ഡ് ഓൺ ഡിസ്റ്റർബൻസസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, നമുക്ക് വേവിനെ രണ്ടാമത് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മലയാളം മീഡിയത്തിലെ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ ഇതിന് പഠിച്ചത് അനുദൈർഘ്യ തരംഗങ്ങൾ എന്നാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നാൽ എന്താണ്? ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ പാരലൽ to the direction of propagation of a wave, such waves are called longitudinal waves. എന്നുവെച്ചാൽ ഇങ്ങോട്ടാണ് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വേവ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഈ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസും ഓസിലേറ്റ് ചെയ്യുന്നത് എങ്ങനെ തന്നെയായിരിക്കും? ഇങ്ങോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 0 അല്ലെങ്കിൽ 180 ആയിരിക്കും. അതാണ് ഇവിടെ പാരലൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. സൗണ്ട് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും അത് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഇതിന് പാരലലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുക. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്തതുപോലെ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ എടുക്കണം. അതിനകത്ത് ഇങ്ങനെ ഒരു വേവ് വരയ്ക്കുമ്പം ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെയല്ലല്ലോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നായിരിക്കും ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ എടുക്കേണ്ടത് പ്രഷറാണ്. പ്രഷർ ഇവിടെ വൈ ആക്സിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുത്തതെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു വേവ് വരച്ചു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഗ്രാഫിക്കലി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ വൈ ആക്സിൽ നമ്മൾ എടുക്കേണ്ടത് പ്രഷറാണ്. ഇനി നിങ്ങൾ ചില കുട്ടികൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് നമുക്ക് മാറ്റിക്കളയാം. നിങ്ങൾ കണ്ട വേവ് ഇങ്ങനെയായിരുന്നു ചെറിയ ക്ലാസ്സിൽ കണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ വൈ ആക്സിസിൽ പ്രഷറാണ് എടുക്കേണ്ടത്. അതായത് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള പ്രഷറാണ് നമ്മൾ വൈ ആക്സിൽ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് കംപ്രഷൻസ് എന്നായിരിക്കും. കംപ്രഷൻസ് എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഞാനിവിടെ ഒരു വരട്ടെ, ഇത് കംപ്രഷനാണ്, ഇതും കംപ്രഷനാണ്. രണ്ട് കംപ്രഷനാണ് ഈ ഒരു ഡയഗ്രത്തിലുള്ളത്. അപ്പോൾ എഴുതി വെക്കുക, ഇതിനെ നമ്മൾ കംപ്രഷൻസ് എന്നാണ് വിളിക്കുക, കംപ്രഷൻസ്. അതേപോലെ ഇവിടെ നോക്കൂ, പ്രഷർ കൂടിയ ഭാഗമാണ് കംപ്രഷൻസ്. എന്നാൽ പ്രഷർ വല്ലാതെ കുറഞ്ഞു പോയൊരു ഭാഗമുണ്ട്, ഇതിനെയാണ് നമ്മൾ റെയർ ഫാക്ഷൻ എന്ന് പറയാം. എഴുതി വെച്ചോളൂ, റെയർ ഫാക്ഷൻ. ഇത് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവിലാവുമ്പോഴാണ് നമ്മളിതിനെ പ്രഷർ കൂടിയ ഭാഗത്തിനെ കംപ്രഷൻസ് എന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തെ റെയർ ഫാക്ഷൻ എന്നും പറയുന്നത്. എന്നാൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുക ക്രസ്റ്റ് എന്നാണ്, ക്രസ്റ്റ്. അതുപോലെ ഈ ഭാഗത്തിന് ട്രഫ് എന്നാണ് പേര്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് ഒരു സ്ലിങ്കിയിൽ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു വയ്ക്കാലോ, ഒരു വീഡിയോ കണ്ടാലോ? നോക്കൂ, ഇവിടെ ഈ സ്ലിങ്കിയുടെ മോഷൻ എങ്ങോട്ടാണ് നോക്കൂ, അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് സ്ലിങ്കി. പക്ഷെ ആ സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വേവ് പോകുന്നത് നോക്കൂ, ഡയറക്ഷൻ ഓഫ് വേവ് എങ്ങോട്ടാണെന്ന് നോക്കൂ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും ഇത് മൂവ് ചെയ്യുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്ലിങ്കിയിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വീഡിയോ. ഇനി ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇതേ സ്ലിങ്കി ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നോക്കൂ, ഈ സ്ലിങ്കിയിലെ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എങ്ങനെയാണ്?
കണ്ടോ, ഇതേപോലെയാണ് അല്ലേ? പക്ഷേ വേവ് മൂവ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെ, കംപ്രഷൻസ് പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഒരു സ്ലിങ്കിയിൽ ഉണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. ഇനി ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവും ട്രാൻസ്വേഴ്സ് വേവും ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കൂ, ഇവിടെ ഞാൻ ഈ വട്ടം വരച്ച ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, പാർട്ടിക്കിൾ അപ്പ് ആൻഡ് ഡൗൺ ആണ്. പക്ഷേ നോക്കൂ, അതിനകത്ത് വേവ് പോകുന്നത് ഈ ഡയറക്ഷൻ അല്ലേ? ഇനി താഴെ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, അതിനകത്ത് പാർട്ടിക്കിൾ കളിക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? പക്ഷേ ഇവിടെ കംപ്രഷൻസ് പോകുന്നത് നോക്കൂ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂണൽ വേവും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഇനി ബേസ്ഡ് ഓൺ എനർജി ട്രാൻസ്ഫർ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ എനർജി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേവിനെ രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒന്നാണ് പ്രോഗ്രസീവ് വേവ്സ്, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ട്രാവലിംഗ് വേവ്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, ഇതൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുകയും എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഴുതി വെക്കുക, എ വേവ് ദാറ്റ് ട്രാവൽസ് ഫ്രം വൺ പോയിന്റ് ഓഫ് ദ മീഡിയം ടു another point and transfer energy from one point of the medium to another point is called progressive wave. പ്രോഗ്രസീവ് വേവിന് എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. ലൈറ്റ് വേവ്, ഇപ്പോൾ സൺലൈറ്റ് സണ്ണിൽ നിന്നും എർത്തിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ സണ്ണിൽ നിന്നും എനർജി എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സൗണ്ട് വേവും ഒരു പ്രോഗ്രസീവ് വേവിന് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറൈസേഷനാണ് സ്റ്റാൻഡിങ് വേവ്സ്. ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റേഷനറി വേവ്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എഴുതി വെച്ചോളൂ, വേവ്സ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിന്റ് ഓഫ് ദ മീഡിയം ടു അനദർ പോയിന്റ് ആർ കോൾഡ് സ്റ്റാൻഡിങ് വേവ്സ്. അത് എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാൻഡിങ് വേവിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രസീവ് വേവ്സിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനെ കുറിച്ചാണ്.